നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. വീട്ടിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട്. എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ്. കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ലോഗുകൾ പങ്കുവച്ചു തുടങ്ങിയത്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവെക്കാറുണ്ട്. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ലോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ്. പ്രണയവും ബ്രേക്കപ്പും വിവാഹവുമെല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു. മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയാണ്. അഹാന കൂടുതലും യാത്രകളുടെയും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിന്റെയും ഒക്കെ വീഡിയോകളാണ് പങ്കുവയ്ക്കാറ്. പ്രണയം, വിവാഹം തുടങ്ങിയ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറേയില്ല. വൻ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അഹാന വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലൂടെയായി യാത്രാവിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുമുണ്ട്. അടുത്തതായി പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മുതൽ പിന്നീടുള്ള വിശേഷങ്ങൾ വ്ലോഗിലൂടെയായി കാണിക്കാറുണ്ട്. യാത്രകൾ പ്ലാൻ ചെയ്യാനും എല്ലാം അന്വേഷിച്ച് സെറ്റാക്കാനും ഒക്കെ പ്രത്യേക കഴിവാണ് അഹാനയ്ക്കെന്ന് വീട്ടുകാരും പറഞ്ഞിരുന്നു. പോകുന്ന സ്ഥലം, താമസിക്കുന്ന ഹോട്ടൽ, കാണാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ്, ഭക്ഷണം എന്നുവേണ്ട എല്ലാം പ്ലാൻ ചെയ്ത് ഭംഗിയായി നടപ്പിലാക്കി തരികയും ചെയ്യും. കൃത്യനിഷ്ഠയുടെ കാര്യത്തിലും അമ്മു മുന്നിലാണ്. രാവിലെ എഴുന്നേൽക്കാനും പുറത്തു പോകാനുമൊക്കെ അമ്മുവിന് ഇഷ്ടമാണ്. അമ്മുവിനൊപ്പമാണ് യാത്രയെങ്കിൽ കാത്തിരിപ്പിന്റെ മുഷിച്ചിൽ ഉണ്ടാവാറില്ലെന്ന് സിന്ധു കൃഷ്ണയും പറയാറുണ്ട്. അടുത്തിടെ ശ്രീലങ്കയിലേക്ക് പോയിരുന്നു അഹാന. മനോഹരമായ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ചോറും ചക്കക്കറിയും ചമ്മന്തിയും മാമ്പഴക്കറിയും ഒക്കെയായി ഗംഭീര ലഞ്ചായിരുന്നു കഴിച്ചത്. എയർപോർട്ടിനടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ. ഈ ഭക്ഷണത്തിന് 10ൽ 10 റേറ്റിംഗ് തന്നെയെന്നും അഹാന കുറിച്ചിരുന്നു. ബാലിയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ്യൂമായിരുന്നു ഇത്തവണ ധരിച്ചതെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ എപ്പോഴാണ് വ്ലോഗ് എന്നായിരുന്നു ചോദ്യങ്ങൾ. നിമിഷ് രവിയുടെ ഫ്രെയിമിൽ അഹാന എന്നും ആരാധകർ കമന്റ് ചെയ്തിരുന്നു. അഹാനയുടെ വ്ലോഗിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. എന്നാൽ ഇത്തവണ താൻ വ്ലോഗ് ചെയ്യുന്നില്ല എന്നായിരുന്നു അഹാനയുടെ മറുപടി. ശ്രീലങ്കൻ യാത്രയുടെ വ്ലോഗ് ചെയ്യുന്നില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു അത്. ഈയിടെയായി ഞാൻ നല്ല തിരക്കിലാണ്. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോഴൊരു വ്ലോഗ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ശ്രീലങ്കൻ വ്ലോഗ് കാത്തിരിക്കുന്നവർ എന്നോട് ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ വ്ലോഗ് എടുക്കാൻ ശ്രമിക്കാമെന്നുമായിരുന്നു അഹാന കുറിച്ചത്. കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണോ, പുതിയ വീട് പണിയുകയാണോ, ഫ്ലാറ്റ് വാങ്ങിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പോസ്റ്റിന് താഴെയുള്ളത്. എന്റെ മറ്റൊരു മകൾ ക്രിസ്ത്യനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അടുത്തിടെ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. ഇതോടെയായിരുന്നു അഹാനയും നിമിഷും തമ്മിലുള്ള വിവാഹത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാണിച്ചുവെന്ന് ആരാധകർ മനസ്സിലാക്കിയത്. സിനിമാറ്റോഗ്രാഫർ ആവുന്നതിന് മുൻപേ തന്നെ അഹാനയും നിമിഷും സുഹൃത്തുക്കളായിരുന്നു. സിനിമയിലെത്തിയതോടെ ആ ബന്ധം ശക്തമായി. നിമിഷിന്റെ ഫ്രെയിം ഏറ്റവും മികച്ചതാണെന്ന് അഹാന പറയാറുണ്ട്. ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അടുത്തത് ആരുടെയാണെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കൃത്യമായ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അഹാന അന്ന്. വിവാഹം തീരുമാനിച്ചാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കുമെന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത്. മക്കളുടെ വിവാഹം ഞങ്ങൾക്ക് വിഷയമേ അല്ല. അതേക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും പക്വതയും ഒക്കെ അവർക്കുണ്ട്. അതേക്കുറിച്ച് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പറയാറുള്ളത്. അതേസമയം ശ്രീലങ്കയുടെ സൗന്ദര്യവും താമസത്തിനായി തിരഞ്ഞെടുത്ത റിസോർട്ടിലെ കാഴ്ചകളും ആ രാജ്യത്തെ തനത് വിഭവങ്ങളും ഒക്കെ ചിത്രങ്ങളിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അഹാന പങ്കുവച്ചിട്ടുണ്ട്. സ്വിം സൂട്ട് താരത്തിന് ഏറെ ചേരുന്നുണ്ടെന്നാണ് ചിത്രങ്ങളുടെ താഴെ ആരാധകരിലേറെ പേരും കുറിച്ചിരുന്നത്. അഹാനയുടെ ചിത്രങ്ങൾ പകർത്തിയ ക്യാമറാമാൻ നിമിഷ് രവിയാണോ എന്ന ആകാംക്ഷയും ചിലർ പങ്കുവച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുമാനമുള്ള ഇൻഫ്ലുവൻസറാണ് അഹാന കൃഷ്ണ. പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ അഹാന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹാന പങ്കുവച്ച പുതിയ റീലിലെ ഒരു ദൃശ്യമാണ് ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പണി പൂർത്തിയായിട്ടില്ലാത്ത ഒരു വീട് റീലിൽ കാണാമായിരുന്നു. അഹാനയുടെയും നിമിഷിന്റെയും പുതിയ വീടാണിതെന്ന് നെറ്റിൽസൺസ് പറയുന്നുണ്ട്. അഹാന തന്റെ ലക്ഷ്യങ്ങളെല്ലാം ഓരോന്നായി നേടിയെടുക്കുകയാണെന്നും നെറ്റിൽസൺസ് പറയുന്നുണ്ട്. അതേസമയം കെട്ടിടം വീട് തന്നെയാണോ എന്ന് വ്യക്തമല്ല. ജീവിതത്തിലെ ഓരോ പടവും അഹാന നന്നായി കണക്കുകൂട്ടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നെറ്റിൽസൺസ് പറഞ്ഞിരുന്നു. നിലവിൽ ഇൻഫ്ലുവൻസർ എന്നതിന് പുറമെ ബിസിനസ്സുകാരി കൂടിയാണ് അഹാന. സിനിമകളിലെങ്കിലും മുൻനിര നായക നടിമാരെ പോലെ ലക്ഷറി ജീവിതമാണ് അഹാന നയിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. അതേസമയം തനിക്ക് സിനിമകളിൽ അവസരം കുറവാണെന്ന് അഹാന തന്നെ മുൻപ് പറഞ്ഞിരുന്നു. സിനിമാ രംഗത്ത് തുടക്കകാലത്ത് അത്ര നല്ല അനുഭവങ്ങളുമായിരുന്നില്ല അഹാനയ്ക്ക് ലഭിച്ചിരുന്നത്. ഇതേക്കുറിച്ച് അഹാന തന്നെ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 90% ആളുകളും നമ്മളോട് പെരുമാറുന്നത് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നോക്കിയല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും.
നമ്മൾ എവിടെ നിൽക്കുന്നു, എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവരും നമ്മളോട് സംസാരിക്കുകയും ട്വീറ്റ് ചെയ്യുകയും ചെയ്യുക. തുടക്കത്തിൽ കുറച്ച് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. നമ്മളെ ബഹുമാനിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മളൊരു സ്റ്റാർ അല്ല. ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കാനുള്ള ആധികാരികത നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കി അവർ അനാദരവോടെ നമ്മളെ ട്രീറ്റ് ചെയ്യുമെന്നും അഹാന കൃഷ്ണ പറഞ്ഞിരുന്നു. നാൻസി റാണിയാണ് അഹാന ഒടുവിൽ നായിക വേഷം ചെയ്ത ചിത്രം. സിനിമയുടെ പ്രൊമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്ന ആരോപണം വന്നിരുന്നു. പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി നടി രംഗത്ത് വന്നു. ഷൂട്ടിംഗ് സമയത്തുണ്ടായ അനുഭവങ്ങൾ അഹാന വെളിപ്പെടുത്തി. ഇതോടെ വിവാദം അവസാനിച്ചു. അന്തരിച്ച മനു ജെയിംസ് ആയിരുന്നു നാൻസി റാണിയുടെ സംവിധായകൻ. 2023 നാൻസി റാണി റിലീസ് ചെയ്യാനിരിക്കെ മനു ജെയിംസ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുകയായിരുന്നു. പിന്നീട് ഭാര്യ നൈന സിനിമയുമായി മുന്നോട്ട് നീങ്ങി. നാൻസി റാണിയുടെ പോസ്റ്റർ പോലും അഹാന കൃഷ്ണ പങ്കുവച്ചിരുന്നില്ല. അഹാനയ്ക്ക് ഇത് ചിലപ്പോൾ ഒരു സിനിമ മാത്രമായിരിക്കും, എന്നാൽ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഇത് വെറുമൊരു സിനിമ മാത്രമല്ല, മനു ജീവൻ കൊടുത്ത പ്രൊജക്റ്റാണെന്നും നൈന അന്ന് പറഞ്ഞിരുന്നു. അതേസമയം മാസങ്ങൾക്ക് മുൻപ് അഹാന ഇൻസ്റ്റഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി. അഹാനയ്ക്കിന് ഇനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളതെന്നാണ് പലരുടെയും ചോദ്യം. വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റായിരുന്നു. മാത്രവുമല്ല 299 രൂപ മാസം നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നിരുന്നു. അതേസമയം അഹാന വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ അഹാന തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം. അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളുമായിട്ടുണ്ട്. വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ലേ എന്ന ചോദ്യവുമുണ്ട്. പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല. സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട്. ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ തന്നെ ഈ നിലയിലെത്തിച്ച ആരാധകരെ അഹാന മാറ്റി നിർത്താനിടയില്ല. ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട്. അഹാനയുടെ സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയതാണ്. അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിന്റെ പേര്. അടുത്ത വിവാഹം അഹാനയുടേതാകാനാണ് സാധ്യതയെന്ന് കഴിഞ്ഞ വർഷം മുതൽ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. അഹാന ഉടനെ വിവാഹിതയായേക്കുമെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും ദിയ കൃഷ്ണയും പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും വളരെ സ്വകാര്യമായ ചില കാര്യങ്ങൾ അഹാന ബ്ലോഗുകളിലോ പോസ്റ്റുകളിലോ പങ്കുവയ്ക്കാറില്ല. നിമിഷ് രവിയെ അഹാനയുടെ ബ്ലോഗുകളിലും കാണാറില്ല. അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണയും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതേസമയം ദിയ കൃഷ്ണ തന്റെ പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും എല്ലാം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ 2014 അഹാന അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് വളരെ കുറച്ച് സിനിമകളിലെ അഹാനെ കണ്ടിട്ടുള്ളൂ. അടി, നാൻസി റാണി എന്നീ സിനിമകളിലാണ് അഹാന കൃഷ്ണയെ അവസാനമായി നായികയായി കണ്ടത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.